عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه أجمعين، أما بعد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا شفيع الله. قد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في الله حق جهادي وعبدت ربك حتى أتاك اليقين، فجزاك الله عنا أفضل وأكمل وأطيب وأحسن وأجزل ما جزى به نبيا عن أمته يا خير خلق الله. أما بعد. ഏറ്റവും ബഹുമാനവും സ്നേഹവുമുള്ള ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ഇബ്രാഹിം സഅദി ഉസ്താദ്, ഈ ജമാഅത്തിന്റെ ഖതീബ് ബഹുമാനപ്പെട്ട ഷാവുൽ ഹമീദ് സഖാഫി ഉസ്താദ്, വേദിയിലിരിക്കുന്ന മറ്റ് ആലിമീങ്ങൾ, സദസ്സിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ഉസ്താദുമാർ, സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു ഈ മഹത്തായ സംഗമം അവൻ പൊരുത്തപ്പെട്ട ഒരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല നമുക്ക് പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. അവന്റെ പൊരുത്തത്തിലായി തഖ്വയിലായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. ഈ പരപ്പു എന്ന നാട്ടിലുള്ള ഈ ജമാഅത്ത് വ്യാപ്തിയിലുള്ള ഉസ്താദുമാരുടെ, പണ്ഡിതന്മാരുടെ ഒരു സംഗമമാണ്. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷമാകുന്നുണ്ട് ഈ ഒരു പരിപാടി കാണുമ്പോൾ. ഈ നാട്ടിൽ ഇത്രയേറെ ആലിമീങ്ങളും പണ്ഡിതന്മാരും ഉണ്ട് എന്ന് കാണുമ്പോൾ അത് വലിയ ഒരു സന്തോഷത്തിന്റെ കാര്യമാണ്. നാട്ടിൽ ആലിമീങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ നാട്ടിൽ ഈമാനിന്റെയും തഖ്വയുടെയും വെളിച്ചം ഉണ്ടാകുന്നത്. പരിശുദ്ധ ഇസ്ലാമിന് ജീവൻ ഉണ്ടാകുന്നത്. ഒരു നാട്ടിൽ പണ്ഡിതന്മാരില്ലെങ്കിൽ
അവിടെ ഇസ്ലാമിനിക്ക് ജീവൻ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇവിടെ ഇത്രമാത്രം ആലിമീങ്ങൾ, ചിലപ്പോൾ ഇതിൽ എത്തിപ്പെടാത്ത ഇനിയും പണ്ഡിതന്മാർ ഉണ്ടായിരിക്കാം. അല്ലാഹു ഇനിയും ഒരുപാട് ആലിമീങ്ങളെ ഈ നാട്ടിൽ വാർത്തെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സുദീർഘമായി സംസാരിക്കാനുള്ള സമയം ഇല്ല. ഏതാനും ചുരുങ്ങിയ സമയമാണ് ഉള്ളത്. പക്ഷേ പണ്ഡിതന്മാരാകുന്ന നിങ്ങളെ ഉപദേശിക്കാൻ മാത്രം ഒരു അർഹത ഉള്ളവനല്ല വിനീതനായ ഞാൻ. എന്നേക്കാൾ പ്രായമുള്ള, ഇൽമുള്ള, തഖ്വയുള്ള ഒരുപാട് ആലിമീങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ നമ്മുടെ നഈം ഉസ്താദും മറ്റും ചിലർ ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷണിച്ചതിൻ്റെ പേരിൽ ഈ മജ്ലിസിൽ വന്ന് ഒന്ന് കൂടിയാൽ പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുമ്പോൾ, സുഹ്ബത്തുണ്ടാകുമ്പോൾ അതിൽ ഒരുപാട് ബറക്കത്തുണ്ടാകും. അവരുടെ ദുആ ലഭിക്കും. മാത്രമല്ല ആലിമീങ്ങളും സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെടുന്നത് അത് നമ്മുടെ ഈമാനിന് മൂർച്ച കൂട്ടുന്ന ഏറ്റവും വലിയൊരു പുണ്യകർമ്മമാണ് എന്ന നിലക്ക് മാത്രമാണ് ഞാൻ എണീച്ചു നിന്നിട്ടുള്ളത്. അല്ലാഹു നമുക്ക് ഈമാനും തഖ്വയും ഇൽമും അദബും ഏറ്റിത്തരുമാറാവട്ടെ. ഞാൻ ആമുഖമായി കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നാം എല്ലാവരും ഇൽമുമായും കിതാബുമായും ബന്ധപ്പെടാൻ അവസരം ലഭിച്ച ആളുകളാണ്. നമ്മുടെ ചെറുപ്പം മുതൽക്ക് തന്നെ, ചിലപ്പോൾ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ദർസിൽ പോയി ചേരാനും മഹാന്മാരായ അയിമ്മത്തുകൾ രചിച്ച കിതാബ് മുന്നിൽ വെച്ചുകൊണ്ട് അതിലേക്ക് നോക്കാനും പഠനം നടത്താനും നമുക്ക് അല്ലാഹു ഈ ജീവിതത്തിൽ ഒരവസരം തന്നു. ആ ഒരു അവസരം യഥാർത്ഥത്തിൽ കോടിക്കണക്കിൽ ഉറുപ്പിക കൊടുത്താലും കിട്ടാത്ത ഒരു മഹാഭാഗ്യമാണ്. മഹാന്മാരായ ഇമാമീങ്ങൾ രചിച്ച ഗ്രന്ഥം, ആ ഗ്രന്ഥം കയ്യിൽ പിടിക്കാൻ തൗഫീഖ് കിട്ടുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അതിന്റെ മുന്നിൽ ഇരിക്കാൻ, അതൊന്ന് വായിച്ച് പഠിക്കാൻ അവസരം കിട്ടുക എന്നത് നമ്മുടെ ജീവിതത്തിലെ വിലകെട്ടാൻ കഴിയാത്ത അമൂല്യമായ ഒരു സൗഭാഗ്യമാണ്. മൻ യുരിദില്ലാഹ ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് നമുക്കൊക്കെ അറിയാം. ഒരു മനുഷ്യനെ കൊണ്ട് അല്ലാഹു ഖൈർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ
അവനിക്ക് സാമ്പത്തികമായ കഴിവ് നൽകുന്നതല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അധികാരം നൽകുന്നതല്ല, ഭൗതികമായ ഒന്നും നൽകുന്നതല്ല. മറിച്ച് അവനിക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ അറിവ്, ഈ മതത്തിന്റെ അറിവ് അവനിക്ക് നൽകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പോ ഈ മതത്തിന്റെ ഇൽമ് പഠിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ ഒരു ഖൈറായ ഒരു നിഅമത്താണ്. ഇൽമിന്റെ അഹ്ലുകാരിൽ പെടുന്നത് അത് ഒരു ചെറിയ തൗഫീഖൊന്നും അല്ല. മഹാനായ അബൂ മുസ്ലിമുൽ ഖവലാനി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് കാണാം, അൽ ഉലമാഉ ഫിൽ അർളി, പണ്ഡിതന്മാർ ഈ ഭൂമിയിൽ അവരുടെ സ്ഥാനം എന്താണ്, ആലിമീങ്ങളുടെ സ്ഥാനം എന്താണ്? മിഥ്ലുൻ നുജൂം ഫിസ് സമാഇ, അവർ ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെ പോലെയാണ്. ആകാശത്തിലെ നക്ഷത്രം, രാത്രി സമയത്ത് നമ്മൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, അതുപോലെയാണ് ഭൂമിയിലുള്ള പണ്ഡിതന്മാർ. ആകാശത്തിൽ തിളങ്ങുന്ന നക്ഷത്രത്തിന് തുല്യരാണ്. ഇദാ ബദത് ലിന്നാസി ഇഹ്തദൗ ബിഹാ, ആ പണ്ഡിതന്മാർ ജനങ്ങളിലേക്ക് വെളിവായാൽ, ഇഹ്തദൗ ബിഹാ, ജനങ്ങൾ പണ്ഡിതന്മാരെ കൊണ്ട് സന്മാർഗം സിദ്ധിക്കും. ജനങ്ങളിലേക്ക് വെളിവായാൽ ജനങ്ങൾ സന്മാർഗം സിദ്ധിക്കുമെന്ന് പറയുന്നത് അടിവര ഇടേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ നക്ഷത്രം പ്രകാശിക്കാതെ അത് മറഞ്ഞാൽ ഈ നക്ഷത്രങ്ങളെ കൊണ്ട് ഉപയോഗമുണ്ടാവുകയില്ല. കടലിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ദിക്കുകൾ മനസ്സിലാക്കുന്നത്, വഴി മനസ്സിലാക്കുന്നത് ഈ നക്ഷത്രത്തിനെ നോക്കിക്കൊണ്ടാണ്. ഇന്ന നക്ഷത്രം ഇന്ന ഭാഗത്തിൽ ഉദിക്കും എന്ന അറിവ് സമുദ്രത്തിൽ യാത്ര ചെയ്യുന്നവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ നക്ഷത്രത്തിനെ അടിസ്ഥാനമാക്കി അവർ ഭാഗങ്ങൾ മനസ്സിലാക്കുന്നു. അതേസമയം ഈ നക്ഷത്രമെങ്കാലും മറഞ്ഞുപോയാൽ ആളുകൾക്ക് ദിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇതുപോലെ പണ്ഡിതന്മാർ ജനങ്ങളുടെ ഇടയിൽ വന്ന് ജനങ്ങളുമായി ഇടകലർന്ന് ജീവിക്കുമ്പോഴാണ് സാധാരണക്കാരായ ആളുകൾക്ക് ഈ പണ്ഡിതന്മാരെ കൊണ്ട് ഉപയോഗം ഉണ്ടാകുന്നത്. അതേസമയം ജനങ്ങളിൽ ഇറങ്ങാതെ റൂമിന്റെ ഉള്ളിൽ മാത്രം കുത്തിരിക്കുകയാണ് എങ്കിൽ അതുകൊണ്ട് ഒരു ഉപകാരവും ജനങ്ങൾക്കുണ്ടാവുകയില്ല. മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടുന്ന ആളാകണമെങ്കിൽ ജനങ്ങളിലേക്ക് വെളിവാകണം. അതാണ് ഇദാ ബദത് ലിന്നാസി ഇഹ്തദൗ ബിഹിം. ജനങ്ങളിലേക്ക് അവർ വെളിവായാൽ ജനങ്ങൾ അവരെ കൊണ്ട് സന്മാർഗം നേടും. വഇദാ ഖഫിയത് അലൈഹിം, ആകാശത്തിലുള്ള നക്ഷത്രമെങ്ങാലും അവ്യക്തമായി മറഞ്ഞുപോയാൽ തഹയ്യറു, സമുദ്രത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾ പരിഭ്രമിച്ചു പോകും. അവർക്ക് ദിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇതുപോലെ
പണ്ഡിതന്മാർ ജനസമധ്യയിലേക്ക് ഇറങ്ങാതെ അവർ റൂമിൽ കുത്തിയിരുന്നാൽ, വീട്ടിന്റെ ഉള്ളിലിരുന്നാൽ സാധാരണക്കാരായ ആളുകൾ അവർ പരിഭ്രമിച്ചു പോകും. അവർക്ക് നേര് മനസ്സിലാക്കാൻ കഴിയില്ല, അവർക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയില്ല, അവർക്ക് ദീൻ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോ ആകാശത്തിലുള്ള നക്ഷത്രത്തിന് തുല്യരാണ് പണ്ഡിതന്മാർ എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. മഹാനായ അബുൽ അസ്വദ് ദുവലി റഹിമഹുല്ലാ മഹാനവറുകൾ പറയുന്നത് കാണാം, ലൈസ ശൈഉൻ അഅസ്സ മിനൽ ഇൽമ്, ഇൽമിനേക്കാളും ഏറ്റവും ഇസ്സത്തുള്ള പ്രതാപമുള്ള ഒരു സംഗതി അല്ലാഹുവിന്റെ ഭൂമിയിൽ ഇല്ല. അൽ മുലൂകു ഹുക്കാമുൻ അലന്നാസ്, നാട് ഭരിക്കുന്ന രാജാക്കന്മാർ, നാട് ഭരിക്കുന്ന ഭരണാധികാരികൾ, അവർ സാധാരണ മനുഷ്യന്മാരുടെ മേലിൽ അവരുടെ ഭരണം, അവരുടെ നിയമങ്ങൾ നടപ്പിലാക്കുന്നു എങ്കിൽ വൽ ഉലമാഉ ഹുക്കാമുൻ അലൽ മുലൂക്, പണ്ഡിതന്മാർ രാജാക്കന്മാരെയും ഭരിക്കുന്നവരാണ്. അവരുടെ മേലിലും അള്ളാഹുവിന്റെ നിയമം നടപ്പിൽ വരുത്തുന്നവർ അത് പണ്ഡിതന്മാരാണ്. രാജാക്കന്മാർ നാട്ടിലെ സാധാരണക്കാരെ അവരുടെ മേലിൽ അവരുടെ നിയമങ്ങൾ നടപ്പിൽ വരുത്തുന്നവരാണെങ്കിൽ ഈ രാജാക്കന്മാരെയും കൂടി ഭരിക്കേണ്ടത് അത് പണ്ഡിതന്മാരാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രമാത്രം വലിയ സ്ഥാനം ലഭിച്ച ആളുകളാണ് ഉലമാ എന്ന് പറയുന്നത്. പരിശുദ്ധമായ ദീനിൽ വലിയ ഉയർന്ന സ്ഥാനമാണ് അർഫഉൻ നാസി ഇൻദല്ലാഹി മൻസിലതൻ. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു, സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അർഫഉൻ നാസി ഇൻദല്ലാഹി മൻസില, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ള ആള്, ഏറ്റവും ഉയർന്ന പദവിയുള്ള ആള്, മൻ കാന ബൈനല്ലാഹി വബൈന ഇബാദി, അല്ലാഹുവിന്റെയും പടപ്പുകളുടെയും ഇടയിൽ മധ്യവർത്തികളായി മധ്യത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. അഥവാ സാധാരണക്കാരായ ആളുകൾ അള്ളാഹുവിന്റെ നിയമങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവരും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ എത്തിച്ചു കൊടുക്കുന്നവർ, അവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പദവിയിലുള്ളവർ. അതാരാണ്? വഹും അൽ അംബിയാഉ വൽ ഉലമാ, അത് അംബിയാക്കളും പണ്ഡിതന്മാരും ആണ്. അംബിയാക്കൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സാധാരണക്കാരായ മറ്റാളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. അംബിയാക്കളുടെ പ്രതിനിധികളായി അവരുടെ ശേഷം പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ അള്ളാഹുവിന്റെയും പടപ്പുകളുടെയും ഇടയിൽ മധ്യവർത്തികളായി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ പദവിയിലും സ്ഥാനത്തിലുമാണ് എന്ന് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. മഹാനവറുകൾ വീണ്ടും തുടർന്നു പറയുന്നു, ലം യുഅത അഹദുൻ ഫിദ്ദുനിയാ, ഈ ഭൗതിക ലോകത്ത് ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല ശൈഅൻ അഫ്ളല മിനൻ നുബുവ, നുബുവത്തിനേക്കാളും പ്രവാചകത്വത്തിനേക്കാളും ഏറ്റവും ഉയർന്ന ഒരു സംഗതി അള്ളാഹുവിന്റെ ഭൂമിയിൽ ഒരാൾക്കും ലഭിച്ചിട്ടില്ല. വമാ ബഅദൻ നുബുവതി ശൈഉൻ അഫ്ളലു മിനൽ ഇൽമി വൽ ഫിഖ്ഹി, പ്രവാചകത്വത്തിന്റെ ശേഷം, ആ പ്രവാചകത്വമാകുന്ന നുബുവത്തിന്റെ ശേഷം അത് കഴിച്ചാൽ പിന്നീട് ഏറ്റവും മഹത്വമുള്ള സംഗതി അത് ഇൽമാണ്, അറിവാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ അറിവ്. അത് പ്രവാചകത്വം കഴിച്ചാൽ പിന്നീട് രണ്ടാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് ഇൽമാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ അറിവാണ്. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു
അവിടുന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, പണ്ഡിതന്മാർക്ക് വലിയ സ്ഥാനം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്, വലിയ പദവി നൽകിയിട്ടുണ്ട്. ആ പദവി നൽകപ്പെട്ട ആളുകൾ അവരവരുടെ ഉത്തരവാദിത്വങ്ങളും ജവാബ്ദാരികളും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഈ നമ്മുടെ നാടും പരിസരവും നന്നാകുന്നത്. നമുക്കറിയാമല്ലോ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അവിടുത്തെ ഹിയയിൽ പറഞ്ഞത് ഞങ്ങളൊക്കെ കേട്ടവരാണ്. മനുഷ്യന്മാർ 4 വിധമാണ്. മനുഷ്യർ 4 വിധമാണ്. റജുലുൻ യദ്രി വഹുവ യദ്രി അന്നഹു യദ്രി. മനുഷ്യന്മാർ 4 വിധമാണ്. ഒന്ന്, ഒരു മനുഷ്യൻ, അവന് ഇൽമുണ്ട്, അവൻ അറിവുണ്ട്. അതേസമയം വഹുവ യദ്രി അന്നഹു യദ്രി, ഞാൻ പഠിച്ചവനാണ്, ഞാൻ അറിവുള്ളവനാണ്, ഇൽമ് സമ്പാദിച്ചവനാണ്, കിതാബ് ഓതിയവനാണ് എന്നുള്ള ബോധം അവനിക്കുണ്ട്. ഞാൻ പഠിച്ചവനാണെന്നുള്ള ബോധം അവനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ പഠിച്ചു എന്ന ബോധം അവനിക്കുള്ളതുകൊണ്ട് ആ ബോധപ്രകാരം അവൻ ജീവിക്കുന്നുണ്ട്. ഞാൻ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ പറ്റൂല, ഞാൻ ഇൽമു പഠിച്ചവനാണ്, അറിവ് നേടിയവനാണ്, എനിക്ക് ഒരുപാട് കടപ്പാടുകളുണ്ട്, ഉത്തരവാദിത്വങ്ങളുണ്ട്, സമൂഹമായി എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, എൻ്റെ ശരീരവുമായി ഒരുപാട് കടപ്പാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ ബോധമനുസരിച്ചുകൊണ്ട് അവന്റെ ഉത്തരവാദിത്വങ്ങൾ അവൻ നിർവഹിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ മനുഷ്യൻ റജുലുൻ യദ്രി വഹുവ ലാ യദ്രി അന്നഹു യദ്രി. രണ്ടാമത്തെ മനുഷ്യൻ, അവൻ ഇൽമു പഠിച്ചിട്ടുണ്ട്, അറിവ് നേടിയിട്ടുണ്ട്, കിതാബ് ഓതിയിട്ടുണ്ട്, 10 കൊല്ലക്കാലം 12 അല്ലെങ്കിൽ 12 15 കൊല്ലക്കാലം പഠിച്ചിട്ടുണ്ട്. പക്ഷേ വഹുവ ലാ യദ്രി അന്നഹു യദ്രി, ഞാൻ പഠിച്ചവനാണ്, ഞാൻ ഇൽമു നേടിയവനാണ്, ഞാൻ കിതാബ് പഠിച്ചവനാണ് എന്നുള്ള ബോധം അവനിക്കില്ല. ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ള ബോധം അവനിക്കില്ല, ഇൽമുള്ളവനാണ് എന്നുള്ള ബോധം അവനിക്കില്ല. അതുകൊണ്ട് തന്നെ അവൻ പഠിച്ചവനായാലും പഠിച്ചവരവക്കളിൽ നിന്നുണ്ടാകേണ്ട കർമ്മങ്ങളും അവരിൽ നിന്നുണ്ടാകേണ്ട പ്രവർത്തനങ്ങളും അവനിൽ നിന്നുണ്ടാകുന്നില്ല. അവൻ മറ്റുള്ള സാധാരണക്കാരെ പോലെ പെരുമാറുന്നു, സാധാരണക്കാർ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്നു. അവന്റെ ശാരീരികമായി അവന്റെ നഫ്സിനോടുള്ള കടപ്പാടുകൾ അവൻ വീട്ടുന്നില്ല, സമൂഹത്തിനോടുള്ള കടപ്പാടുകൾ അവൻ വീട്ടുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ, അവരെ തട്ടി ഉണർത്തിയാൽ അവർ ഉണരും, അവരെ ഉണർത്തിയാൽ ഉണരും. കാരണം ഇൽമുണ്ടല്ലോ, അറിവുണ്ടല്ലോ. അതുകൊണ്ട് നീ പഠിച്ചവനാണ്, നീ അറിവുള്ളവനാണ്, നീ ഇങ്ങനെ ചെയ്യാൻ പറ്റൂല, നിനക്ക് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്, കടപ്പാടുകളുണ്ട് എന്ന് അദ്ദേഹത്തോട് നന്നായി ഒന്ന് ഉപദേശിച്ചാൽ അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തിയാൽ അദ്ദേഹം നന്നാകും. മൂന്നാമത്തെ മനുഷ്യൻ റജുലുൻ ലാ യദ്രി വഹുവ യദ്രി അന്നഹു ലാ യദ്രി. മൂന്നാമത്തവൻ ഇൽമില്ലാത്ത പഠിക്കാത്ത ജാഹിലാണ്, പക്ഷേ വഹുവ യദ്രി അന്നഹു ലാ യദ്രി, ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ വിവരമില്ലാത്ത ജാഹിലാണെന്നുള്ള ബോധം അവനിക്കുണ്ട്, അവനെ സംബന്ധിച്ചുള്ള അറിവ് അവനിക്കുണ്ട്. ഞാൻ പഠിക്കാത്തവനാണ്, ഞാൻ വിവരമില്ലാത്തവനാണ്, ഞാൻ ഒരു തനി ജാഹിലാണ് എന്നുള്ള ബോധമുണ്ട്. അത്തരം ആളുകൾ പണ്ഡിതന്മാർ പറഞ്ഞത് അനുസരിക്കും. കാരണം ഞാൻ അറിവില്ലാത്തവനാണ് എന്നുള്ള ബോധം അവനിക്കുണ്ട്. അപ്പൊ അറിവുള്ളവർ പറഞ്ഞത് അവൻ കേൾക്കും, അറിവുള്ളവർ പറഞ്ഞത് അനുസരിക്കും. അവനെ നന്നാക്കിയെടുക്കാൻ കഴിയും.
നാലാമത്തെ ആള് റജുലുൻ ലാ യദ്രി വഹുവ ലാ യദ്രി അന്നഹു ലാ യദ്രി. നാലാമത്തെ മനുഷ്യൻ, അവനിക്ക് വിവരമില്ല, ജാഹിലാണ്. പക്ഷേ താൻ ജാഹിലാണെന്നുള്ള വിവരവും അവനിക്കില്ല. ഞാൻ പഠിക്കാത്തവനാണ്, വിവരമില്ലാത്തവനാണ്, ജാഹിലാണെന്നുള്ള അറിവനിലോനില്ല. അവൻ ചിന്തിക്കുന്നത് എനിക്കെല്ലാം അറിയും, എനിക്കെല്ലാം അറിയും, ഞാൻ എല്ലാം അറിവുള്ളവനാണ്, ബോധം ഞാൻ പഠിപ്പുള്ളവനാണ് എന്നാണ് അവന്റെ ധാരണ. അവനെ നന്നാക്കി എടുക്കാൻ കഴിയില്ല, അവനെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. കാരണം അവന് വിചാരിക്കുന്നത് എനിക്കെല്ലാം അറിയുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇൽമുള്ള ആളുകൾ അവനോട് വല്ലതും പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ അവനെ കിട്ടൂല. കാരണം അവന്റെ ചിന്ത എനിക്കെല്ലാം അറിയും എന്നാണ്. മറ്റുള്ളവർ എന്നെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല, എന്നെ തിരുത്തി തരേണ്ട ആവശ്യമില്ല, എനിക്കൊക്കെ വിവരമുണ്ട് എന്നുള്ള അഹങ്കാരമാണ് അവനിക്കുള്ളത്. അത്തരം ആളുകളെ നന്നാക്കിയെടുക്കാൻ കഴിയില്ല. അവർ നാലാമത്തെ വിഭാഗമാണ്. അഥവാ നമ്മുടെ നാടുകളിൽ പറയുന്ന ഫോർത്ത് ക്ലാസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, ആ ഫോർത്ത് ക്ലാസ്സിൽ പെട്ട മനുഷ്യനാണ് അവൻ. അവനെ നന്നാക്കിയെടുക്കാൻ കഴിയില്ല. അപ്പോ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞതിൽ നിന്ന് നമുക്കൊരുപാട് പഠിക്കാനുണ്ട്. ഞാൻ പഠിച്ചവനാണെന്ന് ഉത്തരബോധമുള്ള, ഞാൻ 10 കൊല്ലക്കാലം ദർസിൽ പഠിച്ച് 2 കൊല്ലക്കാലം കോളേജിൽ പോയി ഉസ്താദുന്മാരെ കയ്യിൽ നിന്ന് സനദ് വാങ്ങിയിട്ട് തഹ്സീലായി കോട്ട് വാങ്ങി വന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു 8 കൊല്ലക്കാലം പഠിച്ച ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു 7 കൊല്ലം പഠിച്ചവനാണ് എന്ന പഠിച്ച ഒരാള്, അയാൾക്ക് ആ ബോധമുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം എല്ലാ നല്ല കാര്യങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ തടിയുമായി നഫ്സുമായി ബന്ധപ്പെട്ട കടപ്പാടുകൾ അദ്ദേഹം നിർവഹിക്കും. അതുപോലെ തന്നെ സമൂഹവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, അതിൽ എന്തെല്ലാം തന്റെ കടപ്പാടുകളുണ്ടോ ആ കടപ്പാടുകളൊക്കെ നിർവഹിക്കാൻ അദ്ദേഹത്തിന് കിട്ടും. ഇനി ചിലപ്പോ രണ്ടാമത്തെ വിഭാഗത്തിൽ പെട്ടാലോ, പഠിച്ചിട്ടുണ്ട് പക്ഷെ പഠിച്ച ബോധമില്ല. ഞാൻ മൊയ്ലാരാണ്, ഞാൻ സഖാഫിയാണ്, അല്ലെങ്കിൽ ഞാൻ മദനിയാണ്, അല്ലെങ്കിൽ ഞാൻ സാദിയാണ്, അല്ലെങ്കിൽ ഞാൻ അഹ്സനിയാണ്, അല്ലെങ്കിൽ സുഹുരിയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബിരുദമുള്ള ആളാണ് എന്നുള്ള ബോധം ഇല്ലാത്തവനാണ് എങ്കിൽ അത്തരം ആളുകളെ ചിലപ്പോ തട്ടിയാൽ അവർ ഉണരും. പക്ഷെ ഞങ്ങൾ ആരും ആ രണ്ടാമത്തെ വിഭാഗത്തിൽ പെടരുത്. ഞങ്ങൾ ആദ്യം പറഞ്ഞ ഒന്നാമത്തെ വിഭാഗത്തിൽ പെട്ടവരാകണം. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തി തരുമാറാവട്ടെ. എപ്പോഴും പഠിച്ച ബോധമുണ്ടാകണം. ആ ബോധത്തിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വങ്ങളും ജവാബ്ദാരികളും നിർവഹിക്കുന്നവരാകണം. എന്താണ് ഒരു മനുഷ്യൻ, ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒരുപാട് ജവാബ്ദാരികളുണ്ട്. ഒന്നാമതായി അവന്റെ ശരീരവുമായുള്ള കടപ്പാടുകൾ, അവന്റെ നഫ്സുമായി ബന്ധപ്പെടുന്ന കടപ്പാടുകൾ, അത് ധാരാളമുണ്ട്. മഹാനായ ഇമാം ഇബ്നു ജമാഅത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തദ്കിറത്തുസ് സാമി വൽ മുതകല്ലിം എന്ന ഗ്രന്ഥത്തിൽ അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ ഒരു പണ്ഡിതന്റെ നഫ്സുമായി, ഒരു പണ്ഡിതൻ അവന്റെ ശരീരവുമായി അവന്റെ നഫ്സുമായി ബന്ധപ്പെട്ട കടപ്പാടുകൾ എന്തൊക്കെയാണ് എന്ന് മഹാനായ ഇമാം ഇബ്നു ജമാഅത്ത് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കാണാം. അതിൽ മഹാനവറുകൾ ഒന്നാമത് പറയുന്നു അൽ അവ്വൽ. അതൊക്കെ പൂർണ്ണമായി വിശദീകരിക്കാനുള്ള സമയം ഇവിടില്ല. ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തത് മഹാനായ ഇമാം ഇബ്നു ജമാഅത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ദവാമു മുറാഖബത്തില്ലാഹി ഫിസ്സിർരി വൽ അലൻ. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുമായുള്ള മുറാഖബ ഉണ്ടായിരിക്കണം. ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം
അവന്റെ രഹസ്യമായ ജീവിതത്തിലും ഒറ്റക്കുള്ള ജീവിതത്തിലും സാമൂഹികമായ ജീവിതത്തിലും രഹസ്യമായി ഇരിക്കുമ്പോഴും പരസ്യമായ നേരത്തും ഈ രണ്ടു നേരത്തും അല്ലാഹുമായുള്ള മുറാഖബ ഉണ്ടാകണം. അല്ലാഹുമായുള്ള മുറാഖബത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു എന്നെ വീക്ഷിക്കുന്നുണ്ട്, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, അല്ലാഹു എന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധം ഒരു പണ്ഡിതനെ സംബന്ധിച്ചുണ്ടാകണം. സിറിലും രഹസ്യമായ നേരത്തും പരസ്യമായ സമയത്തും അവന്റെ സിറിലും അവന്റെ പരസ്യമായ ജീവിതത്തിലും ഈ ബോധം ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് പരസ്യമായിരിക്കുമ്പോൾ ഒരു മുഖം, രഹസ്യമായ സന്ദർഭത്തിൽ നമുക്ക് മറ്റൊരു മുഖം, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നേരത്തെ ഇവിടെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചു, നമ്മുടെ നാട്ടിൽ, ഈ നാട്ടിൽ അനാവശ്യമായ പ്രവർത്തനങ്ങളിലോ അനാവശ്യമായ ശറഇന് വിരുദ്ധമായ ഏർപ്പാടുകളിലോ ഏർപ്പെടുന്ന ഒരു പണ്ഡിതനും നമ്മുടെ നാട്ടിൽ ഇല്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു സലാമത്താക്കി തെരുമാറാവട്ടെ. ഖിയാമത്ത് നാൾ വരെ അങ്ങനെ ഒരു സാഹചര്യം, ഒരു അന്തരീക്ഷം അല്ലാഹു ഈ നാട്ടിൽ നിലനിർത്തി തെരുമാറാവട്ടെ. ചിലർ രഹസ്യമായ ജീവിതത്തിൽ ഒരു മുഖം അഥവാ പരിശുദ്ധ ദീനിന്റെ ശറഇന് നിയമത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവരുടെ രഹസ്യ ജീവിതത്തിൽ ചെയ്യുന്നു. പരസ്യമായി നോക്കുമ്പോൾ അവർ മറ്റൊരു മുഖം. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആർക്കും അറിയാതെ ഒരു അനിസ്ലാമികമായ ബിസിനസ്സിൽ ഏർപ്പെടുക, ഇന്ന് അത് വളരെ വ്യാപകമായി നമ്മുടെ പണ്ഡിതന്മാരുടെ ഇടയിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഞാനിപ്പോ ആ കച്ചവടത്തിന്റെ ബിസിനസിന്റെ ഭാഗത്തിലേക്കല്ല പോകുന്നത്. ആർക്കും അറിയാതെ ശറഇന് വിരുദ്ധമായ ബിസിനസ്സിൽ പങ്കാളികളാവുക. പുറത്തേക്ക് ആർക്കും പറയല്ല, ഇനി ആരോടും പറയാൻ പാടില്ല ഞാൻ കൂടിയത് എന്ന് പറയാ, എന്നിട്ട് ബിസിനസ്സിന് കൂടുക. പുറത്തേക്ക് നല്ല ആളാണ്. ഇവന്റെ രഹസ്യ ജീവിതത്തിൽ ശറഇന് വിരുദ്ധമായ ഒരുപാട് ബിസിനസ്സുകൾ ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ ഒന്നും പരിശോധിക്കാതെ നല്ല രഹസ്യമായി മാസത്തിൽ ഒരു 15,000 കിട്ടുന്നു എന്ന് കേട്ടപ്പോ എനിക്ക് ആകെ 12,000 രൂപ ശമ്പളമുണ്ട്, ഇതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമുണ്ട്, അപ്പൊ ഒരു കച്ചവടത്തിന് രഹസ്യമായി കൂടുക. മാസത്തിൽ 15,000 രൂപ കിട്ടുന്നു. ഇങ്ങനെ രഹസ്യ ജീവിതത്തിൽ അനിസ്ലാമികമായ വിധത്തിലുള്ള ബിസിനസ്സിൽ കൂടി പൈസ സമ്പാദിക്കുക ഒരിക്കലും ഉണ്ടാകരുത്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യമായ ജീവിതത്തിലും അള്ളാഹുവിന്റെ മുറാഖബത്ത് നമുക്കുണ്ടാകണം. റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധമുണ്ടാകണം. ആളുകൾ കാണുന്നില്ലെങ്കിലും എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്, എന്റെ റബ്ബ് എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള മുറാഖബത്ത് എല്ലാ പണ്ഡിതന്മാർക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മാത്രമല്ല, ആ മുറാഖബത്ത് അനുസരിച്ചുകൊണ്ട് അതിന്റെ അടയാളങ്ങളും അവന്റെ ജീവിതത്തിൽ കാണണം. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇദാ അലിംത ഇൽമൻ, നീ ഒരു ഇൽമ് പഠിച്ചാൽ, നീ ഒരു പണ്ഡിതനായാൽ, ഫൽയുറ അലൈക അസറുഹു, ആ ഇൽമിന്റെ അസർ, അതിന്റെ അടയാളം നിന്റെ ജീവിതത്തിൽ പ്രകടമാകണം. നിന്റെ ജീവിതം ഒരു പണ്ഡിതോചിതമായ ജീവിതമാകണം. നിന്റെ ജീവിതം കാണുമ്പോൾ മറ്റുള്ളവർക്ക് അത് മാതൃകാപരമായ ജീവിതമാകണം.
പണ്ഡിതന്മാരുടെ അടയാളങ്ങൾ കാണണം. വസകീനതുഹു വസംതുഹു വവഖാറുഹു വഹിൽമുഹു. പണ്ഡിതന്മാർക്കുണ്ടാകേണ്ട ഗാംഭീര്യത ഉണ്ടാകണം. പണ്ഡിതന്മാർക്കുണ്ടാകേണ്ട സമാധാനങ്ങൾ ഉണ്ടായിരിക്കണം. ഇങ്ങനെ തുടങ്ങി പണ്ഡിതന്മാരെ ജീവിതത്തിൽ കാണേണ്ട ദർശിക്കപ്പെടേണ്ട സംഗതികൾ എന്തൊക്കെയുണ്ടോ അതൊരു പണ്ഡിതന്റെ ജീവിതത്തിൽ പുറത്തേക്ക് കാണുകയും വേണം. ഇമാം ഇബ്നു ജമാഅത്ത് റളിയല്ലാഹു അൻഹു തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം മഹാനായ ഇബ്നു ജമാഅത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, അയ്യസൂനൽ ഇൽമ കമാ സ്വാനഹു ഉലമാഉസ് സലഫി. രണ്ടാമത്തെ ഉത്തരവാദിത്വം ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരവുമായി ബന്ധപ്പെടുന്ന അവന്റെ കടപ്പാടിൽപ്പെട്ടതാണ് മഹാന്മാരാകുന്ന മുൻഗാമികളായ സലഫ് സ്വാലിഹീങ്ങളായ അയിമ്മത്തുകൾ ഇൽമിന്റെ ബഹുമാനത്തിന് ഏതുപോലെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോ, ഇൽമിന്റെ ബഹുമാനത്തിന് എങ്ങനെ അവർ രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ, എങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടോ അതുപോലെ സൂക്ഷിക്കണം. ഇൽമിനെ നിസ്സാരപ്പെടുത്തുന്ന വിധത്തിൽ നിന്റെ ജീവിതത്തിൽ ഒരു പ്രവർത്തനവും ഉണ്ടാകാൻ പാടില്ല. മഹാന്മാരാകുന്ന സലഫ് സ്വാലിഹീങ്ങള് ഇൽമിന്റെ ബഹുമാനത്തിനെ കാത്തു സൂക്ഷിച്ചതുപോലെ ആ ബഹുമാനത്തിനെ കാത്തു സൂക്ഷിക്കണം. എങ്ങനെയാണ് ഇൽമിന്റെ ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നത്? ഫലാ യുദില്ലഹു ബിദഹാബിഹി വമശീഹി ഇലാ ഗൈരി അഹ്ലിഹി മിൻ അബ്നാഇദ് ദുനിയാ. ദുനിയാവിന്റെ ആളുകൾ അഥവാ വലിയ വലിയ മുതലാളിമാർ, സാമ്പത്തികമായ കഴിവുള്ളവർ, വലിയ പണക്കാർ, വലിയ മുതലാളിമാർ അവരുടെ പണത്തിന് ആഗ്രഹിച്ചുകൊണ്ട്, അവരിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച് ആഗ്രഹിച്ചുകൊണ്ട് ആ പണക്കാരന്റെ മുന്നിലേക്ക് പോയി, അവന്റെ വീട്ടിൽ പോയി അവൻ പറഞ്ഞതുപോലെ കേൾക്കുകയും അവന്റെ ഒരു അടിമനെ പോലെ ജീവിക്കുകയും അവന്റെ മുന്നിൽ നിന്റെ ഇൽമിനിക്ക് ബഹുമാനമില്ലാത്ത വിധത്തിൽ നിന്റെ ഒരു പണ്ഡിതനാണെന്ന് പറയുമ്പോൾ ആ പണ്ഡിതന് ഉണ്ടാകേണ്ട റെസ്പെക്റ്റുകളും ബഹുമാനങ്ങളും ഉണ്ടാകണം. അതിനെ കളങ്കം വരുത്തുന്ന വിധത്തിൽ ഒരു മുതലാളിയുടെ മുമ്പിൽ പോയി കുമ്പിടാൻ പാടില്ല. ഒരു മുതലാളിന്റെ പൈസക്ക് വേണ്ടി അവന്റെ മുമ്പിൽ തരം താഴാൻ പാടില്ല. അവന്റെ വക്കൽ നിന്ന് 1,00,000 തനിക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു 50,000 ഉറുപ്പിക കിട്ടുന്നു എന്നതിന് വേണ്ടി ഒരു പണക്കാരന്റെ മുതലാളിന്റെ മുന്നിൽ പോയി കുമ്പിടുന്ന സ്വഭാവം പണ്ഡിതന്മാർക്കുണ്ടാകാൻ പാടില്ല. അത് ഇൽമിനെ നിസാരപ്പെടുത്തലാണ്. നീ പഠിച്ച ഇൽമിനെ ഇഹാനത്ത് ചെയ്യലാണത്, ഇൻസൾട്ട് ചെയ്യലാണ്. നിന്റെ ഇൽമിനിക്ക് ബഹുമാനമുണ്ട്, നീ പഠിച്ച അറിവിനിക്ക് ബഹുമാനമുണ്ട്. അവന്റെ കയ്യിൽ കോടികൾ ഉണ്ടാകാം, അവന്റെ കയ്യിൽ ലക്ഷങ്ങൾ ഉണ്ടാകാം. പക്ഷേ ആ ലക്ഷങ്ങളെക്കാളും കോടിനേക്കാളും വില പിടിക്കുന്ന അമൂല്യമായ സ്വത്ത് അത് നിന്റെ കയ്യിലുണ്ട്. അത് ഇൽമാണ്. ഇൽമിനോട് കടപിടിക്കുന്ന ഒരു പണം ഈ ലോകത്ത് ഇല്ല. ഇൽമിനോട് കടപിടിക്കുന്ന ഒരു സമ്പത്ത് ഈ ലോകത്ത് വേറെ ഇല്ല. അതുകൊണ്ട് എത്ര വലിയ കോടീശ്വരനായാലും എത്ര വലിയ മൾട്ടിയായാലും അവന്റെ മുന്നിൽ പോയി പൈസയുടെ ആവശ്യത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി നീ അടിമനെ പോലെ കുമ്പിടുന്ന ഒരു സ്വഭാവം അത് ഉണ്ടാകാൻ പാടില്ല. ഫലാ യുദില്ലഹു ബിദഹാബിഹി വമശീഹി ഇലാ ഗൈരി അഹ്ലിഹി മിൻ അബ്നാഇദ് ദുനിയാ. ദുനിയാവിന്റെ ആളുകളാകുന്ന വലിയ വലിയ മുതലാളിമാരെ മുന്നിൽ പോയി കുമ്പിടുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ഇതൊരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നഫ്സിനോട് അവൻ കാണിക്കേണ്ട മര്യാദയാണ്, അവന്റെ ജീവിതത്തോടുണ്ടാകേണ്ട കടപ്പാടാണ്. പക്ഷേ എത്രയോ ആളുകൾ മുതലാളിമാരെ മുന്നിൽ പോയി സ്വന്തം ശരീരത്തിന് ഇഹാനത്ത് ചെയ്തുകൊണ്ട് നക്കാപ്പിച്ചകൾക്ക് വേണ്ടി കുമ്പിടുന്ന ആളുകളില്ലേ? പൈസക്ക് വേണ്ടി തന്റെ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് അവന് മുന്നിൽ ഒരു അടിമനെ പോലെ നിൽക്കുന്ന സ്വഭാവം ഒരിക്കലും ഒരു പണ്ഡിതനിക്ക് ഉണ്ടാകരുത്.
പണം അത് കിട്ടേണ്ട രീതിയിൽ വാങ്ങേണ്ട രീതിയിൽ വാങ്ങണം. നമ്മുടെ ശരീരത്തിനെ ഇഹാനത്ത് ചെയ്യിപ്പിച്ചിട്ട് ഇൽമിനെ നിസ്സാരപ്പെടുത്തിയിട്ട് ആ പണ്ഡിതനിക്ക് ഉണ്ടാകേണ്ട ബഹുമാനവും ആദരവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരാളെ വക്കൽ നിന്നും സാമ്പത്തികമായ സഹായം നേടിയെടുക്കേണ്ട ആവശ്യം പണ്ഡിതന്മാർക്കുണ്ടാവുകയില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ പണ്ഡിതന്മാരുടെ വാക്കുകൾക്ക് പിന്നെ സമൂഹം വില കൽപ്പിക്കൂല. എത്ര വലിയ മുതലാളിയായാലും നാട്ടിന്റെ രാജാവായാലും ഒരു പണ്ഡിതനെ വൈപ്പെട്ടുകൊണ്ടാണ് അവർ ജീവിക്കേണ്ടത്. അതേസമയം നീ അടിമപ്പെട്ടുകൊണ്ട് അവന്റെ നക്കാപ്പിച്ചക്ക് വേണ്ടി അവന്റെ മുന്നിൽ അടിമയായാൽ പിന്നെ നീ പറഞ്ഞതുപോലെ അവൻ കേൾക്കുവോ? അവൻ പറഞ്ഞതുപോലെ നീ കേൾക്കേണ്ടി വരും. അവൻ പറഞ്ഞതുപോലെ നീ അനുസരിക്കേണ്ടി വരും. അതുകൊണ്ട് ആ അവസ്ഥയിലേക്ക് നിന്റെ ഇൽമിനെ കൊണ്ടുപോയി എത്തിക്കാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം മഹാനവറുകൾ പറയുന്നു, അയ്യതഖല്ലഖ ബിസ്സുഹുദി ഫിദ്ദുനിയാ വൽയുഖല്ലിൽ മിൻഹാ ബിഖദരിൽ ഇംകാനി അല്ലദീ ലാ യദുറു ബിനഫ്സിഹി ഔ ബിഇയാലിഹി. ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം സുഹുദിന്റെ അംശങ്ങൾ ഉണ്ടാകണം. സുഹുദ് എന്ന് പറഞ്ഞാൽ കയ്യിൽ പണം ഇല്ലാതിരിക്കൽ എന്നല്ല അതിന്റെ അർത്ഥം. പൈസ ഉണ്ടാകാതിരിക്കൽ എന്നല്ല അർത്ഥം. പണത്തിനോട് ആർത്തി ഉണ്ടാകരുത് എന്നാണ്. ദീനിനെ നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള ആർത്തി, ആഗ്രഹം പണത്തിനോടുണ്ടാകാൻ പാടില്ല. അതാണ് സുഹുദിന്റെ മാന. അല്ലാതെ തീരെ പണമില്ലാതിരിക്കലാണ്, സ്വത്തില്ലാതിരിക്കലാണ്, ബിസിനസ് നടത്താതിരിക്കലാണ് എന്നല്ല സുഹുദിന്റെ മാന. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വലിയ ബിസിനസ്സുകാരനായിരുന്നു, വലിയ കച്ചവടം ചെയ്യുന്ന ആളായിരുന്നു. ഒരുപാട് ഇമാമിയങ്ങളെ ചരിത്രങ്ങൾ നോക്കിയാൽ അവർ വലിയ കച്ചവടങ്ങളൊക്കെ നടത്തിയ ആളുകളായി നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല മഹാനായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തബഖാത്തുൽ കുബ്രയിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഈ കാലഘട്ടത്തിൽ അഥവാ ആഖിറ സമാനിനോട് അടുത്ത കാലങ്ങളിൽ, അത് മഹാനവറുകൾ തന്റെ കാലത്തിനെ സംബന്ധിച്ച് തന്നെ പറയുന്നു, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നത് അനിവാര്യമാണ്, അവന്റെ ഇസ്സത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സാമ്പത്തികമായ മാർഗങ്ങൾ ഉണ്ടാക്കാം, അതിനുവേണ്ടി ബിസിനസ്സുകൾ ചെയ്യാം, ഹലാലായ വിധത്തിൽ മുതൽ നമുക്ക് നേടിയെടുക്കാം. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനിസ്ലാമികമായ കച്ചവടങ്ങളുമായി ബന്ധപ്പെടരുത്. ഇനി ഒരു കച്ചവടം ഹലാലാണോ ഹറാമാണോ എന്ന് വ്യക്തമല്ല. എന്നാൽ അതിൽ മാത്രം കച്ചവടത്തിലും കൂടാൻ പാടില്ല. കാരണം നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ബൈഇൽ ഗറർ, നിഗൂഢതയുള്ള കച്ചവടങ്ങളുമായി ബന്ധപ്പെടുന്നത് അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ചിട്ടുണ്ട്. ഇന്ന് ഉണ്ടാകുന്ന ഓൺലൈൻ ബിസിനസ്സുകളിൽ മിക്കവാറും നിഗൂഢതകളുള്ള ബിസിനസ്സുകളാണ്. അതിന്റെ ആഖിബത്ത് എന്താണ്, അതിന്റെ ഉള്ളിൽ നടക്കുന്ന ഇടപാടുകൾ എന്തൊക്കെയാണ്, അതിന്റെ ഉള്ളിലെ രഹസ്യങ്ങൾ എന്താണ് എന്ന് ആർക്കും ഒരു പിടുത്തമില്ല. ചിലപ്പോൾ അതിന്റെ ഒരു ചെറിയ കാറ്റലോഗ് തരും, അതിന്റെ ഏതാനും ചില്ലറ വിഷയങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിന്റെ പൂർണ്ണമായ വിശദീകരണങ്ങളോ ഉള്ളടക്കങ്ങളോ അതിന്റെ പര്യവസാനമോ ഒന്നും വ്യക്തമല്ല. അങ്ങനെയുള്ള കച്ചവടങ്ങളുമായി ബന്ധപ്പെടുന്നത് അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കച്ചവടത്തിൽ ഒരിക്കലും ഉസ്താദുമാർ ബന്ധപ്പെടാൻ പാടില്ല. കുറച്ചു സമയം മുമ്പ് ഒരു മോറിസ് കോയിൻ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അതിൽ കുറെ ആൾ കൂടിയിട്ട് അവസാനം ബോറിസ് കോയിൻ ആയിട്ടുണ്ട് അല്ലേ? മോറിസ് കോയിനിൽ കൂടിയിട്ട് അവസാനം ബോരിയായി. ലക്ഷങ്ങൾ കൊടുത്ത ആളുകൾ അവരെ പണം മുഴുവനും പോയി, നഷ്ടപ്പെട്ടു. ഒരുപാട് ഉസ്താദുമാർ അതിലുണ്ടായിരുന്നു, ഒരുപാട് ഉസ്താദുമാരുണ്ടായിരുന്നു. ഞാൻ ആ കച്ചവടത്തിനെതിരെ ഒരു വായ്സ് വിട്ടിരുന്നു, ഇത് അനിസ്ലാമികമാണ്, ഇസ്ലാമികമല്ല, ഇത് തെറ്റാണ് കച്ചവടം എന്ന് പറഞ്ഞപ്പോ എന്റെ മീത്തെ കുതിര കയറാൻ ഒരുപാട് ആളുകൾ വന്നിരുന്നു. കുറച്ച് സമയം 2-3 മാസം കഴിയുമ്പോഴാണ് ആ കച്ചവടം മുങ്ങുന്നത്.
ലക്ഷങ്ങൾ കൊടുത്ത എത്രയോ ആളുകൾ മുങ്ങിപ്പോയി. എന്നിട്ടോ ഇപ്പോഴും ഇതുപോലെയുള്ള കച്ചവടത്തിൽ കൂടുന്ന ആളുകളുണ്ട്. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. അപ്പോ സാമ്പത്തികമായ മാർഗങ്ങൾ ഹലാലായ വിധത്തിൽ വ്യക്തമായ വിധത്തിൽ നേടിയെടുക്കാം. അത് നമുക്ക് ഇസ്സത്താണ്, അത് വേണം. പക്ഷേ നിഗൂഢതകളുള്ള ബിസിനസ്സുകളിൽ ഒന്നിലും ഏർപ്പെടാൻ പാടില്ല. നാലാമത്തെ കാര്യം, മഹാനായ ഇബ്നു ജമാഅത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, അൻ യുനസ്സിഹ ഇൽമഹു അൻ ജഅലിഹി സുല്ലമൻ യതവസ്സലു ബിഹി ഇലൽ അഗ്റാദി ദുനിയവിയ. ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നാലാമത്തെ ബാധ്യത തന്റെ ഇൽമിനെ ഭൗതികമായ ആവശ്യത്തിന് വേണ്ടി, ദുന്യവിയായ കാര്യലാഭത്തിന് വേണ്ടി തന്റെ ഇൽമിനെ ഉപയോഗപ്പെടുത്താൻ പാടില്ല. തന്റെ ഇൽമ് അത് ആഖിറത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നോക്കണം. ആഖിറത്തിന്റെ കൂലി വല്ലതും കിട്ടുന്ന ഏർപ്പാടുണ്ടെങ്കിൽ നോക്കണം. അല്ലാതെ അതുകൊണ്ട് ഭൗതികമായ നേട്ടമുണ്ടാക്കാൻ ഈ ഇൽമിനെ ഉപയോഗപ്പെടുത്താൻ പാടില്ല. ഭൗതികമായ സ്ഥാനം കിട്ടാൻ തന്റെ ഇൽമിനെ കാരണമാക്കരുത്. ദുനിയാവിന്റെ സ്ഥാനം കിട്ടാൻ ഇൽമിനെ ഉപയോഗപ്പെടുത്തരുത്. ദുനിയവിയായ ലാഭത്തിന് വേണ്ടി ഈ ഇൽമിനെ നമ്മൾ ഉപയോഗപ്പെടുത്തരുത്. ആറാമത്തെ കാര്യം, അഞ്ചാമത്തെ കാര്യം, മഹാനവറുകൾ പറയുന്ന അയ്യതനസ്സഹ അൻ ദനിയിൽ മകാസിബി വറദീലിഹാ തബഅൻ വഅൻ മക്റൂഹിഹാ ആദതൻ വശറഅൻ. ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരുടെ ഇടയിൽ നിസ്സാരമായ കച്ചവടങ്ങളോ ജോലികളോ ഉണ്ടെങ്കിൽ അത്തരം നിസ്സാരമാകുന്ന ജോലികളിൽ ഒരു പണ്ഡിതൻ ബന്ധപ്പെടാൻ പാടില്ല. ജനങ്ങളുടെ ഇടയിൽ നിസ്സാരമായ പണി, ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറയാ, ചെരുപ്പ് തുന്നുക എന്നത് ഹലാലാണ്. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ നിസ്സാരമായൊരു ജോലിയാണ്. അതൊരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാൻ പാടില്ല. ജനങ്ങൾ നിസ്സാരമായി കാണുന്ന ഏതെല്ലാം ജോലികളുണ്ടോ ആ ജോലികളുമായി പണ്ഡിതന്മാർ ബന്ധപ്പെടാൻ പാടില്ല. കാരണം പണ്ഡിതന്മാർ സമൂഹത്തിന് നേതൃത്വം കൊടുക്കേണ്ടവരാണ്. അവരെ വാക്കുകൾക്ക് ജനങ്ങൾ സ്വീകരിക്കേണ്ടവരാണ്. അവന്റെ വാക്കുകൾക്ക് ജനങ്ങളിൽ നിന്ന് സ്വീകാര്യത ഉണ്ടാകണമെങ്കിൽ അവന്റെ ഗാംഭീര്യത്തോടെ ജീവിക്കണം, ഇൽമിനോട് യോജിച്ച സ്ഥാനത്തിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എത്രത്തോളം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഒരു പണ്ഡിതൻ അവന്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള വസ്തുക്കൾ സ്വന്തം പോയി ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പാടില്ല എന്ന് വരെ ഇമാം മാലിക് തങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ട്? അങ്ങാടിയിൽ പോയി നീ ഇങ്ങനെ മറ്റുള്ളവരെ പോലെ അവിടെ കാണുമ്പോ നിന്നോടുള്ള ബഹുമാനം ജനങ്ങൾക്കില്ലാതെയാകും, ജനങ്ങൾക്ക് കബൂലിയത്ത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് സ്വന്തമായി പോലും ഒരു സാധനം, വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം സ്വന്തമായി വാങ്ങാനും പറ്റുന്നതല്ല എന്ന് വരെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഗ്രന്ഥങ്ങളിൽ, കിതാബുകളിൽ കാണാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പണ്ഡിതന്മാർക്ക് അവരുടേതായ മർത്തബകളുണ്ട്, ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം കാത്തു സൂക്ഷിക്കണം. താന്ന ജോലികളിൽ ഏർപ്പെടരുത്. നാട്ടിലെ ബാല്യക്കാർ കളിക്കുമ്പോ അവിടെ പോയി നീ കളിക്കാൻ കൂടരുത്. എന്തുകൊണ്ട്? കളിക്കലിപ്പോ ആരോഗ്യത്തിന് വേണ്ടി കളിക്കാമല്ലോ, അല്ലെങ്കിൽ അതൊക്കെ ഹറാമായ കളിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ സ്ഥാനം നിന്റെ പദവിക്ക് വെക്കാത്ത, നിന്റെ ഉള്ള ആ ഗാംഭീര്യം വഖാറിനെ നഷ്ടപ്പെടുത്തുന്ന ഏർപ്പാടുകളുമായി പണ്ഡിതന്മാർ ബന്ധപ്പെടാൻ പാടില്ല. മഹാനായ ഇമാം ഇബ്നു ജമാഅത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ആറാമത്തത് അൻ യുഹാഫിള അലൽ ഖിയാമി ബിശആഇരിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ ചിഹ്നങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം പണ്ഡിതന്മാർ ജീവിതത്തിൽ നിർവഹിക്കണം. എന്താണത്? ജമാഅത്തായി നിസ്കരിക്കൽ, അതുപോലെ സാധാരണക്കാരായാലും ആരായാലും എല്ലാവർക്കും സലാം പറയൽ, നല്ലതിന് വേണ്ടി ജനങ്ങളെ നല്ലതിലേക്ക് പ്രോത്സാഹിപ്പിക്കൽ, നല്ലത് കൊണ്ട് കൽപ്പിക്കൽ, തെറ്റുകളെ വിരോധിക്കൽ, അങ്ങനെ തുടങ്ങി ഇസ്ലാമിന്റെ ശആയിറുകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അവന്റെ ഡ്രസ് വരെ ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരെ ഡ്രസ് ധരിക്കണം.
പണ്ഡിതനല്ലാത്ത സാധാരണക്കാരന്റെ ആമിയിന്റെ ഡ്രസ്സ് ധരിക്കാൻ പാടില്ല. ഒരു ആമിയായ സാധാരണക്കാരനായ മനുഷ്യൻ പണ്ഡിതന്റെ ഡ്രസ്സ് ധരിക്കാനും പാടില്ല. അത് നിഷിദ്ധമാണ്. മനസ്സിലായില്ലേ? ഒരു സാധാരണക്കാരൻ ഒരു ആലിമിനെ പോലെ വേഷം ധരിച്ച് തലയെ കെട്ടുകെട്ടി വലിയൊരു കമീസും കെട്ടി ഒരു താടിയും വെച്ച് ഒരു വലിയ പണ്ഡിതനെ പോലെ നടക്കാൻ പാടില്ല. ഹറാമാണത്. കാരണം ആളുകളെ ചതിക്കലാണത്, ആളുകളെ പറ്റിക്കലായിരിക്കും. അതേപോലെ തന്നെ ഒരു ആലിമ് ഒരു സാധാരണക്കാരന്റെ വേഷം ധരിക്കാനും പാടില്ല. അവനവന്റെ വിലയും അവനവന്റെ സ്ഥാനവും അവനവന്റെ മർത്തബകളും അത് കാത്തു സൂക്ഷിക്കൽ നിർബന്ധമാണ് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ഒരുപാട് കടപ്പാടുകൾ മഹാനായ ഇബ്നു ജമാഅത്ത് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതെല്ലാം വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ല. അതുപോലെ പണ്ഡിതന്മാർക്ക് സമൂഹവുമായി ഒരുപാട് കടപ്പാടുകളുണ്ട്. ഈ സമൂഹവുമായി ഒരുപാട് കടപ്പാടുകളുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതൊരു നാട്ടിലും വിശുദ്ധ ഇസ്ലാമിന് വിപരീതമായ സംഗതികൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വിരുദ്ധമായ സംഗതികൾ ഉടലെടുക്കുമ്പോൾ അതിനെതിരെ ആദ്യമായി ശബ്ദിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ആ നാട്ടിലെ പണ്ഡിതന്മാരാണ്. ബിദ്അത്ത് പ്രകടമാകുമ്പോൾ ഇദാ ലഹറത്തിൽ ബിദ്അതു വസകതൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ബിദ്അത്ത് ഒരു നാട്ടിൽ പ്രകടമാകുമ്പോൾ അവിടെയുള്ള പണ്ഡിതന്മാർ അടങ്ങിയിരുന്നാൽ അവന്റെ മേലിൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടായിരിക്കും, അള്ളാഹുവിന്റെ ലഅനത്തുണ്ടാകും. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ കേവലം വഹാബികളും മൗദൂദികളും തബ്ലീഗ് ജമാഅത്തും മാത്രമല്ല, എല്ലാ കള്ളത്വരീഖത്തുകാരും ബിദ്അത്തിന്റെ വ്യാപ്തിയിൽ വരുന്നവരാണ്. കള്ളത്വരീഖത്തുകാരുണ്ടോ, വ്യാജമായ ത്വരീഖത്തിന്റെ ആളുകൾ, അവരൊക്കെ മുബ്തദീകളെ സ്ഥാനത്തിലാണ്. കാരണം ഇസ്ലാമിന് വിരുദ്ധമായ സംഗതികളാണ് ഈ വ്യാജ ത്വരീഖത്തുകാർ പ്രചരിപ്പിക്കുന്നത്. വ്യാജ ത്വരീഖത്തുകാരുടെ എല്ലാ വ്യാജ ത്വരീഖത്തുകാരുടെ ഏറ്റവും വലിയ അടയാളം ഇൽമിനെയും പണ്ഡിതന്മാരെയും നിസ്സാരപ്പെടുത്തുക എന്നതാണ്. നിങ്ങൾ ഏത് വ്യാജ ത്വരീഖത്തുകാരെ നോക്കി, അവരുടെ ഏറ്റവും വലിയ അടയാളം ഒന്ന് ഇൽമിനെ നിസ്സാരപ്പെടുത്തുക, രണ്ട് പണ്ഡിതന്മാരെ നിസ്സാരപ്പെടുത്തുക. എന്താ ഇൽമിനെ നിസ്സാരപ്പെടുത്തുന്നത്? അതിന് ഏറ്റവും വലിയ തെളിവാണ് അവർ പറയുന്നത്. ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു ദർസെല്ലാം ഒഴിവാക്കിയിട്ട് മൂപ്പർ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയല്ലോ. ഇൽമ് അതിനെ ആക്ഷേപിച്ചുകൊണ്ട് ഇമാം ഗസാലി ഇങ്ങനെ കറങ്ങി നടന്നല്ലോ എന്നാണ് ആകെ ഇവർ പറയുന്ന ഒരു ന്യായം. എന്നാല് ആ ഇമാം ഗസാലിന്റെ ശേഷം വന്ന ആളല്ലേ ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഇമാം ഗസാലിന്റെ ശേഷം വന്ന ആളല്ലേ ഇമാം റാഫി റളിയല്ലാഹു അൻഹു. ഇമാം ഗസാലിയുടെ ശേഷം വന്ന ആളല്ലേ മഹാനായ ഇമാം സക്കരിയൽ അൻസാരി റളിയല്ലാഹു അൻഹു. ഇമാം ഗസാലിന്റെ ശേഷം വന്ന ആളല്ലേ ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു. ഇമാം ഗസാലിക്ക് ശേഷം ആയിരക്കണക്കിലല്ല ലക്ഷക്കണക്കിലെ ഇമാമിങ്ങൾ വന്നുപോയിട്ടുണ്ട്. ആ ഇമാമിങ്ങളൊക്കെ മരണം വരെ ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിച്ചവരാണ്. ഇൽമു പഠിക്കാനും പഠിപ്പിക്കാനും പ്രോത്സാഹിപ്പിച്ചവരാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, ആ ഇമാം ഗസാലി തങ്ങളെ പഠിച്ചവരാണ് ഇമാം നവവി അടക്കമുള്ള എല്ലാ പണ്ഡിതന്മാർ. ഇമാം ഗസാലിയുടെ ജീവിതം മനസ്സിലാക്കിയവരാണവർ. എന്നാൽ അവരാരും ഇമാം ഗസാലി തങ്ങൾ ദർസ് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങിയല്ലോ എന്നതുകൊണ്ട് ആരും ഇൽമു പഠിക്കണ്ട, ഇൽമുമായി ഇനി ജോലിയാകണ്ട,
എനിക്ക് കിതാബ് എഴുതണ്ട എന്ന് ലോകത്ത് ഒരു പണ്ഡിതനും പറഞ്ഞില്ല. മാത്രമല്ല ഇമാം ഗസാലി തങ്ങൾക്ക് ശേഷം വന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, വയംബഗി അൻ യകൂന ഹരീസൻ അല തഅല്ലുമി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇൽമു പഠിക്കുന്നതിന്റെ മേലെ എപ്പോഴും അവൻ അലച്ച ഉള്ളവനാകണം. എല്ലാ സമയവും പഠിക്കുന്നതിന്റെ മേലെ പൂതിയുള്ളവനാകണം. എല്ലാ സമയത്തും അതിന്റെ മേലെ ആശയുള്ളവനാകണം. മാത്രമല്ല മുവാളിബൻ അലൈഹി ഫീ ജമീഇ ഔഖാതിഹി, അവന്റെ എല്ലാ സമയങ്ങളിലും ഇൽമു കൊണ്ട് ജോലിയാകണം. എല്ലാ സമയത്തും ഇൽമു കൊണ്ട് ജോലിയാകണം. ലൈലൻ വനഹാറാ, രാത്രിയിലും പകലിലും ഇൽമു കൊണ്ട് ജോലിയാകണം. ഹളറൻ വസഫറാ, യാത്രയിലായാലും നാട്ടിലായാലും ഇൽമിനോട് അലച്ചുള്ളവനും ഇൽമു പഠിക്കുന്നവനാകണം. വലാ യുദ്ഹിബു മിൻ ഔഖാതിഹി ശൈഅൻ ഫീ ഗൈരിൽ ഇൽമി, അവന്റെ ജീവിതത്തിലെ സമയത്തിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും ഇൽമല്ലാത്ത കാര്യത്തിൽ അവൻ ചെലവാക്കാൻ പാടില്ല. ആരാ പറയുന്നത്? ഇമാം നവവി. ഇമാം ഗസാലിന്റെ ശേഷം വന്ന ആളാണ് ഇമാം നവവി. അപ്പൊ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ദർസൊക്കെ ഒഴിവാക്കിയിട്ട് ചുറ്റി കറങ്ങിയ ആളാണ് എന്ന് ഇമാം നവവി തങ്ങൾക്ക് അറിയില്ലേ? ആ ഇമാം നവവിയാണ് പറയുന്നത്, നിന്റെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും ഇൽമല്ലാത്തതിൽ ജോലിയാകാൻ പാടില്ല. ഇല്ലാ ബിഖദ്രിൽ ളറൂറാതി ലിഅക്ലിൻ വനൗമിൻ, ആവശ്യത്തിന് വേണ്ടി തിന്നാനും ഉറങ്ങാനും വേണ്ടി മാത്രമല്ലാതെ ബാക്കി ഒരു സമയവും നീ ഇൽമല്ലാത്തതിൽ ചെലവാക്കരുത്. അപ്പോ എല്ലാ വ്യാജ ത്വരീഖത്തുകാരുടെ സ്വഭാവം ഇൽമിനെ നിസ്സാരപ്പെടുത്തലാണ്. അവർക്ക് ഇൽമു ഒഴിവാക്കാം, ദർസ് ഒഴിവാക്കാം, അതൊക്കെ പാടില്ലെന്നാണ്. അതൊക്കെ ദുനിയാവിന്റെ കാര്യമാണ്. അത് കിബറുണ്ടാകുന്നതാണ്, അഹങ്കാരം ഉണ്ടാകുന്നതാണ്. ദർസ് എടുത്തലുന്ന ദർസ് എടുത്തുന്നത് മനുഷ്യനിക്ക് കിബറുണ്ടാകുന്ന കാര്യമാണ് പോലും. ദർസ് എടുത്തലല്ല കിബറുണ്ടാകാൻ കാരണം നിന്റെ കൽബ് ശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ്. അത് നിന്റെ കൽബ് മോശമായതുകൊണ്ടാണ് കിബറുണ്ടാകുന്നത്. ദർസ് എടുത്തിയത് കൊണ്ട് ഒരു മനുഷ്യന് കിബർ വരൂല. എന്തോ അബദ്ധങ്ങള്, പിഴച്ച വാദങ്ങൾ സമൂഹത്തിൽ ഇട്ടു കൊടുക്കുക. ഈ അടുത്തൊരു ചങ്ങായി പറഞ്ഞു, എന്താണ് ഇവിടെ ദീന് ഹയാത്താകുന്നത്, ദീന് ഹയാത്തായി നിലനിൽക്കുന്നത് മശായിഖുമാരെ കൊണ്ടാണ്. ഇത്രേ ഉസ്താദുമാരെ കൊണ്ടോ പണ്ഡിതന്മാരെ കൊണ്ടല്ല, മശായിഖുമാരെ കൊണ്ടാണ്. ഏത് മശായിഖാണോ അല്ലാഹു അലം ഈ കാലഘട്ടത്തിലുള്ള മശായിഖ്? ഏത് മശായിഖാണ് മദ്രസയിൽ വന്നിട്ട് കുട്ടികൾക്ക് ഫാത്തിഹ പഠിപ്പിക്കുന്നത്? ഏത് മശായിഖാണോ ഇവിടെ ഖുർആൻ വന്നിട്ട് കുട്ടികൾക്ക് ഓതാൻ പഠിപ്പിക്കുന്നത്? ഇവിടെ ദീന് ഹയാത്താകുന്നത് എങ്ങനെ? ജനങ്ങൾ ഇൽമു പഠിച്ച്, കുട്ടികൾ ഇൽമു പഠിച്ച്, ഖുർആൻ ഓതാൻ പഠിച്ച്, നിസ്കരിക്കാൻ പഠിച്ച്, അതുപോലെ അവരുടെ ജീവിതത്തിൽ നിസ്കാരം നിലനിർത്തുകയും നോമ്പ് നിലനിർത്തുകയും ഇസ്ലാമിന്റെ കാര്യങ്ങൾ നിലനിർത്തുമ്പോഴല്ലേ ദീൻ ഹയാത്താകുന്നത്. നീ മശായിഖ് എന്ന് പറഞ്ഞിട്ട് എവിടെങ്കിലും കുടീരം കെട്ടിയിട്ട് മൂലക്കിരുന്നാൽ ഇവിടെ ദീൻ ഹയാത്ത് ഉണ്ടാവോ? ഇവിടെ ആയിരക്കണക്കിന് മുഅല്ലിമീങ്ങളായ ഉസ്താദുമാർ ഈ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത് കൊണ്ടല്ലേ നാട്ടിൽ ദീൻ ഹയാത്താകുന്നത്. അല്ലെങ്കിൽ ദീനുണ്ടാവോ? ഈ പരപ്പൂരി നിങ്ങൾ മദ്രസ വന്നാക്കിയിട്ട് ഒരു 10 കൊല്ലക്കാലം പൂട്ടിയിടി, എന്താവും ഈ പരപ്പിന്റെ അവസ്ഥ? ദീനുണ്ടാവോ? അപ്പൊ മശായിഖുമാരുണ്ടായത് കൊണ്ടാണ് അത്രേ ഇവിടെ ദീൻ ഹയാത്താകുന്നത്, ഈ ഉസ്താദുമാരെ കൊണ്ടല്ല. അപ്പൊ ഈ മശായിഖുമാരെയാണ് ഇവിടെ ഒക്കെ മദ്രസ നടത്തുന്നത്. ഇവരാണ് ഈ മദ്രസയിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഇവരാണ് മുതഅല്ലിമീങ്ങൾ ദർസ് എടുക്കുന്നത്. ഇങ്ങനെ പിരാന്ത് പറയാ, തോന്നിവാസം പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇൽമും ദർസും എടുത്തിയാൽ കിബറുണ്ടാകും. അതുകൊണ്ട് ദർസ് ഒഴിവാക്കാം, പിന്നെ കച്ചവടം നടത്താം. ദർസ് ഒഴിവാക്കിയിട്ട് ബിസിനസ് നടത്താം, അതിനൊരു കുഴപ്പമില്ല. ദർസ് പാടില്ല പോലും. ഇങ്ങനെയുള്ള പിഴച്ച വാദങ്ങൾ സമൂഹത്തിലിട്ടിട്ട് മനുഷ്യന്മാരെ നട്ടന്നിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ഈ ത്വരീഖത്ത് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ടല്ലോ, ഏതെങ്കിലും ഇന്ന് കൂടിയ ത്വരീഖത്ത് നോക്കിയിട്ട് നന്നായ ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ഒരു മനുഷ്യനെ കാണിച്ചേരി 24 മണിക്കൂർ ആലിമീങ്ങൾ ഗീബത്ത് പറഞ്ഞ് തെറി വിളിച്ച് നടക്കാന്നല്ലാതെ ഇവരെ ജീവിതത്തിൽ വേറെന്താ ഉള്ളത്? ഒരു നാവ് ശുദ്ധിയുള്ള ഒരു ത്വരീഖത്തുകാരനെ കാണിക്കാൻ കഴിയുമോ? കൈ ശുദ്ധിയുള്ള ഒരു ത്വരീഖത്തുകാരനെ കാണിക്കാൻ കഴിയുമോ?
24 മണിക്കൂർ ഫേസ്ബുക്കിലും 24 മണിക്കൂർ വാട്സാപ്പിലും 24 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ കയറുക, എന്നിട്ട് ആലിമീങ്ങളെ തെറിവിളിക്കുക, ഗീബത്തും പറയുക, എന്നിട്ട് പറയാം ഞങ്ങൾ ത്വരീഖത്തുകാരാണ്. എന്ത് ഒലക്കന്റെ ത്വരീഖത്താണ് നിന്റേത്? സോഷ്യൽ മീഡിയന്റെ ത്വരീഖത്താണോ? ഇവനെ കാണുന്നത് ഏത് സമയത്തും സോഷ്യൽ മീഡിയയിലാണ്. എന്നും സോഷ്യൽ മീഡിയയിൽ ആലിമീങ്ങൾക്കെതിരെ എഴുതുക, പണ്ഡിതന്മാരെ തെറിവിളിക്കുക, ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തുക, എന്നിട്ട് പറയാം ഞാൻ ത്വരീഖത്തുകാരനാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഏതെങ്കിലും ഇന്നുള്ള ഈ ത്വരീഖത്ത് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ കൂട്ടത്തിൽ നന്നായ ഒരു മനുഷ്യനെ, നാവും കൈയും ജീവിതവും നന്നായ ഒരു മനുഷ്യനെങ്കിലും നിങ്ങൾ കാണിച്ചേരി. പിന്നെ എന്തിനാ അതിന് പോന്ന്? അതിനേക്കാളും പോകാത്ത ആളുകൾ അൽഹംദുലില്ലാ അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഈ പോയിട്ട് അങ്ങോട്ട് ചീത്തയാകാൻ, ഉള്ള നാവിന് അതിലേക്ക് പോയി പിന്നെയും ബെടക്കാക്കാൻ, കൈ ബെടക്കാക്കാൻ ഈ ത്വരീഖത്തിലേക്ക് പോണോ? അതിന് ഏതെങ്കിലും കട്ടയിലിരിക്കുന്ന ചെറുപ്പക്കാരെ കൂടെ ഇരുന്നാൽ മതി. അതിന് ഷെയ്ഖിന്റെ അടുത്ത് പോകണ്ട തെറി വിളിക്കാൻ, പണ്ഡിതന്മാരെ തെറി വിളിക്കാൻ ത്വരീഖത്തിന് പോണോ? ഏതെങ്കിലും മോരിയിലും റോഡ് സൈഡിന്റെ അടുക്കൽ ഏതെല്ലാം പിരാന്ത ചക്കന്മാരുണ്ട്, അവരെ കൂടെ പോയിരുന്നോ? നന്നായിട്ട് തെറി വിളിക്കാൻ അവർ പഠിപ്പിക്കും. ഇനി ഷെയ്ഖിന്റെ അടുത്തൊന്നും വേണ്ട. അപ്പോ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ വ്യാജ ത്വരീഖത്തുകള്, അതുപോലെ ബിദ്അത്തുകാര്, ഇവരെ ഉടലെടുക്കുമ്പോ അവർക്കെതിരെ ശബ്ദിക്കേണ്ടത് ഉസ്താദുമാരാണ്. നാട്ടിൽ വരുന്ന ഇത്തരം എല്ലാ പ്രശ്നങ്ങളിൽ നാട്ടുകാരായ പണ്ഡിതന്മാർ ഇടപെടണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പോകുന്നില്ല, അത് അയാൾ പോകും, അത് ഇയാൾ പോകും, എല്ലാരും ഇങ്ങനെ കരുതിയാൽ ആരും പോലും ഉണ്ടാവില്ല. ചില ആളുകൾ വിചാരിക്കുന്നത് ഞാൻ പോയാല് കുറെ തെറി വിളിക്കും, അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ ചീത്ത വാക്കുകൾ കേൾക്കേണ്ടി വരും എന്നിങ്ങനെ പേടിച്ച് ഓരോരുത്തരും മാറി നിന്നാൽ ഈ ലോകത്തിന്റെ അവസ്ഥ എന്താകും? ദീനിന്റെ അവസ്ഥ എന്താകും? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താ? അല്ലദീ യുഖാലിതുൻ നാസ ഫയുദൂനഹു ഫയസ്ബിറു അലാ ദാഹും അഫ്ളലു മിനൽ മുഅ്മിനി അല്ലദീ ലാ യുഖാലിതുൻ നാസ വലാ യസ്ബിറു അലാ ദാഹും. ജനം മധ്യത്തിലേക്ക് ഇറങ്ങിയിട്ട് ദീനിന്റെ കാര്യത്തിൽ, സമൂഹത്തിന്റെ കാര്യത്തിൽ ജനമധ്യത്തിൽ ഇറങ്ങിയിട്ട് പ്രവർത്തിക്കുന്നവൻ ആരാണോ, ആ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടാകും, ഒരുപാട് തെറിവാക്കുകൾ കേൾക്കേണ്ടി വരും. നിനക്കെതിരെ ചിലപ്പോ ഫേസ്ബുക്കിൽ ആരെങ്കിലും പോസ്റ്റ് ഇടും, നിനക്കെതിരെ ചിലപ്പോ വാട്സപ്പിൽ ലേഖനങ്ങൾ എഴുതും. ആ സമയത്തെല്ലാം അത്തരം ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ചുകൊണ്ട് പടച്ചവന് വേണ്ടി പ്രവർത്തിക്കുന്ന, ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആള് ആരാണോ അവൻ ഏറ്റവും ശ്രേഷ്ഠനായ ആളാണ്. അഫ്ളലു മിനൽ മുഅ്മിനില്ലദീ ലാ യുഖാലിതുൻ നാസ. ജനങ്ങളുമായി ഇടകലർന്ന് ജീവിക്കാതെ, പ്രശ്നങ്ങൾ വരുമ്പോ, തനിക്കെതിരെ ആക്ഷേപങ്ങൾ വരുമ്പോ ക്ഷമിക്കാൻ താല്പര്യമില്ലാതെ ഒറ്റക്കായി ജീവിക്കുന്ന മനുഷ്യനേക്കാളും ജനമധ്യത്തിലേക്ക് ഇറങ്ങി സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ദീനിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കേണ്ടവർ നാട്ടുകാരായ ഉസ്താദുമാരാണ്. അതുകൊണ്ട് ഉസ്താദുമാർ സംഘടിക്കണം, ഉസ്താദുമാർ ഒന്നിക്കണം. ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മുടെ സംഘാടകർ, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉസ്താദുമാർ, നമ്മളെ നാട്ടിൽ തന്നെ ഉസ്താദുമാർക്ക് ഇത്തരം ദീനീയായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും പ്രവർത്തിക്കാനും പണ്ഡിതന്മാർക്ക്, ഈ നാട്ടിലെ പണ്ഡിതന്മാർക്ക് ഒരു സംഘടന വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ജംഇയ്യത്തുൽ ഉലമ, അതിന്റെ കീഴില് ജില്ലാ കമ്മിറ്റിയും അതിന്റെ താഴെ സോണൽ കമ്മിറ്റിയും ഉണ്ട്. സോൺ കമ്മിറ്റികൾ, മുടിപ്പ് സോൺ ഉണ്ട്, അതുപോലെ ഒരുപാട് സോണുകളുണ്ട്, അതിന്റെ മുകളിൽ ജില്ലാ കമ്മിറ്റിയുണ്ട്. അപ്പൊ ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം കർണാടക ജംഇയ്യത്തുൽ ഉലമയിൽ ഇതുവരെ ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ എന്നുള്ള ഒരു പേരില്ലാതെ
ഇൻഷാ അല്ലാഹ് മറ്റൊരു പേര് വെച്ചുകൊണ്ട് ഈ നാട്ടിലെ പണ്ഡിതന്മാർക്കായി നമുക്ക് സംഘടിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിന് എന്തെങ്കിലും ഒരു പേരിട്ട് ലജ്നത്തുൽ ഉലമാന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പേരിട്ട് ഇൻഷാ അല്ലാഹ് ഈ പരപ്പിലെ ഉസ്താദുമാർ സംഘടിച്ചുകൊണ്ട് ഒരു പുതിയ മുന്നേറ്റത്തിലേക്ക് ഒരുങ്ങാൻ റെഡിയായിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷത്തിന്റെ കാര്യമാണ്. കാരണം അത്രമാത്രം പണ്ഡിതന്മാരുണ്ടല്ലോ, ഒരു സംഘടന രൂപീകരിക്കാൻ മാത്രം ഒരുപാട് ആലിമീങ്ങൾ ഈ പരപ്പിലുണ്ട്. അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനും നല്ലതുപോലെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ഉസ്താദുമാർ മാത്രം കൂടിയിട്ട് ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നത് വളരെ നല്ലതാണ്. സംഘടനകൾ എത്ര ഉണ്ടായാലും നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് നല്ലതാണ്. ഖൈറായ കാര്യങ്ങളിൽ എത്ര പ്രവർത്തിച്ചാലും അത്ര നല്ലതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു രൂപീകരണം സമയമായി മഗ്രിബിനോട് അടുത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു രൂപീകരണത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രൂപീകരിക്കുന്നതാണോ അല്ല വേണ്ടെന്നാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സദസ്സിൽ വേണമെന്നല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാ ദിവസവും എല്ലാവരും അഭിപ്രായം തന്നെയാ. വേണ്ടെന്നായിരിക്കില്ലല്ലോ അഭിപ്രായം. എല്ലാം കൈ ഉയർത്തി, വേണമെന്ന് പറയുന്നവരൊക്കെ കൈ ഉയർത്തി. ഇനി നാളെ പിന്നെ പോയിട്ട് ഇവിടെ ഒന്ന് വേറെ ഒന്നും പറയാൻ പാടില്ല. മാഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരുടെ അഭിപ്രായം വേണമെന്നാണ്. അപ്പൊ അതിന് ഒരു ചെറിയ ഒരു സമിതി എടുക്കാൻ പോവുകയാണ്. സമിതി രൂപീകരിക്കാൻ അല്ല, അതിനൊരു ആദ്യമായി ഞാൻ രൂപീകരിക്കുന്നത് അതൊരു കമ്മിറ്റി എടുത്തിട്ട് പിന്നെ അതിൽ ഒരാളെ തിരഞ്ഞെടുക്കുകയാണോ അല്ല പ്രസിഡന്റ് ആദ്യം തിരഞ്ഞെടുക്കലാണോ, എങ്ങനെ? അതൊരു കമ്മിറ്റി കുറച്ച് ആളുകൾ എടുക്കല്ലേ ഇൻഷാ അല്ലാഹ്. ഒരു എത്ര ആൾ വേണം കമ്മിറ്റിക്ക്? 16 ആൾ. ഇൻഷാ അല്ലാഹ് ഒരു 16 ആൾ, 17 ഉണ്ടാവട്ടെ ഇൻഷാ അല്ലാഹ്. പറ്റായിരിക്കും. ഒരു 17 ആളുടെ ഒരു കമ്മിറ്റി പേരൊന്ന് ഞാൻ സൂചിപ്പിക്കല സദസ്സിൽ. പെട്ടെന്ന് മഗ്രിബ് ബാങ്ക് കൊടുക്കാനായി. വേം പറയ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇബ്രാഹിം സഅദി ഉസ്താദ് 2. മുഹമ്മദ് മദനി ഉസ്താദ്, അബൂബക്കർ മദനി ഉസ്താദ്. പേര് എഴുതുന്നുണ്ടല്ലേ? പേര് എഴുതുന്നുണ്ടാ? 4 റസാഖ് നൈമി ഉസ്താദ്. 5 റഷീദ് സഅദി. 6 ഉമർ മദനി. അബൂബക്കർ. 7 അബൂബക്കർ സഖാഫി മൂലെ. 8 അബ്ദുള്ള മുസ്ലിയാർ. 9 ഉസ്മാൻ സഅദി. 10 യാക്കൂബ് സഖാഫി. 11 അസീസ് സഖാഫി. മാഷാ അല്ലാഹ്, എല്ലാ വിഷയത്തിലും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. 12 ഉമർ സഖാഫി. ഉമർ സഖാഫി മണ്ടാടിയാ? മണ്ടാടി, മുണ്ടാടി. എത്രയായി? 12 എത്രയായി? 12 11 13 മുഹമ്മദ് മുസ്ലിയാർ പറലെടുക്ക. 14 വേഗം ഇപ്പൊ ബാങ്ക് കൊടുക്കും. 14 ഉമർ മദനി സർ. ഹൈദർ അഷ്റഫി. 14 ഉമർ മദനി. 15 റഷീദ് സാരി. 15 16 16 ഉസ്മാൻ സാരി. 17 അഷ്റഫ് സഖാഫി. 17 ബാക്കിയുണ്ടോ? 17
ഇനി വേണമെങ്കിൽ ഇൻഷാ അല്ലാ പിന്നീട് നിങ്ങൾ കൂട്ടിയാൽ മതി. ഇൻഷാ അല്ലാ പിന്നീട് എടുക്കാലോ. ആരെങ്കിലും ആവശ്യമുള്ള ആളുകൾ കമ്മിറ്റിക്ക് എടുക്കണമെങ്കിൽ പിന്നീട് ഒരു ഓപ്ഷൻ വെച്ചാൽ മതി. ഇൻഷാ അല്ലാ. ഇനി അതിലൊരു പെട്ടെന്നൊരു പ്രസിഡന്റ്, അതിലൊരു ഗൗരവ നിർദ്ദേശക്കുറന്ന് ഒരു വകുപ്പോടെ എഴുതിയിട്ടുണ്ട് 3 ആളെ. അത് പിന്നെ എടുക്കാം ഇൻഷാ അല്ലാ. പ്രസിഡന്റ് അതിന്റെ ആര് ഇതിൽപ്പെട്ട ആളുകൾ ആരെങ്കിലും പറയും, ഈ കമ്മിറ്റിയിൽപ്പെട്ട ഒരാളെ ആര് ആരല്ല നിർദ്ദേശകരായിട്ട് ഇബ്രാഹിം സയ്യിദ് ഉസ്താദ്, മുഹമ്മദ് മദനി ഉസ്താദ്, അബൂബക്കർ മദനി ഉസ്താദ്. അവർ കമ്മിറ്റിയിൽ പെട്ട ആളല്ലേ? അപ്പോൾ 3 പേരെ എടുക്കി. ഉസ്മാൻ സയദി, ഷരീഫ് സഖാഫി,